സാറേ, ഇരുമ്പനം ട്രാക്കോ കേബിളിന് കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം ഫണ്ട് ലഭിക്കുകയും ആ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് മെഷീനറികൾ വാങ്ങുകയും ചെയ്തു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഈ മെഷീനറികൾ യാതൊരു പഠനവും നടത്താതെ വാങ്ങുകയും ഇതിപ്പോൾ ഭൂരിഭാഗം തുരുമ്പെടുത്തിരിക്കുകയാണ്. ഈ ട്രാക്കോ കേബിളിന് ഒരുപാട് വർക്ക് ഓർഡേഴ്സ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ യൂണിറ്റിന് വർക്ക് ബോധപൂർവ്വം നൽകാതിരിക്കുന്നു. അപ്പോൾ ഈ യൂണിറ്റിന് സ്വാഭാവിക മരണത്തിലേക്ക് ഗവൺമെൻറ് തള്ളിവിടുകയാണ്. ഈ യൂണിറ്റ് പുനരുദ്ധരിക്കുവാനുള്ള അടിയന്തര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. സർ, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ട്രാക്കോ കേബിൾ ഏറെക്കാലമായിട്ട് പല പ്രതിസന്ധികളിലും നേരിടുന്ന സ്ഥാപനമാണ്. ആ യൂണിറ്റിന് മാത്രമായി കൊടുക്കാതിരിക്കുന്ന സമീപനമില്ല. ബഹുമാനായ തിരുവല്ല അംഗം ഇവിടെയുണ്ട്, അദ്ദേഹത്തിനും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടുത്തെ തിരുവല്ല യൂണിറ്റിനും ആവശ്യമായ സഹായം നൽകണമെന്നുള്ളത്. നമ്മുടെ ഇലക്ട്രിക്കൽ മേഖലയിലെ പൊതുവ്യവസായ രംഗങ്ങൾ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കോവിഡ് കാലഘട്ടത്തിൽ റോ മെറ്റീരിയലിൻ്റെ വില വല്ലാതെ വർദ്ധിച്ചു. സമയത്തിനുള്ള ഡെലിവറി നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പഴയ കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള വ്യവസ്ഥകൾ പാലിക്കേണ്ടി വന്നു. ഇതോടുകൂടി ഇലക്ട്രിക്കൽ മേഖലയിലെ വ്യവസായങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലായി. എത്ര ഉൽപ്പാദനം നടത്തി ഡെലിവറി ചെയ്യുന്നുവോ അത്രയും നഷ്ടം വർദ്ധിക്കുക എന്നൊരു പ്രശ്നത്തിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ KSEBയും അവർ മത്സരാധിഷ്ഠിതമായ ടെൻഡറിലേക്ക് പോയി. പല സംസ്ഥാനങ്ങളും നമുക്ക് റേറ്റ് കോൺട്രാക്റ്റ് തരുന്നുണ്ടെങ്കിലും KSEB ആ സമീപനത്തിൽ അവരും ഒരു പൊതുമേഖലാ സ്ഥാപനം ലാഭകരമാക്കാവുന്ന വ്യവസ്ഥകളുടെ ഭാഗമായി അവരും ചില മാറ്റങ്ങൾ വരുത്തി. ഇത് ട്രാക്കോയെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ പ്രതിസന്ധി കരകയറുന്നതിന് ഒരിക്കൽ ട്രേഡ് യൂണിയനുകളുമായി യോഗം ചേരുകയുണ്ടായി. തിരുവല്ല 2 യൂണിറ്റുകളും അതുപോലെ തന്നെ ഇരുമ്പനം 2 യൂണിറ്റുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി തൽക്കാലത്തേക്ക് നടപ്പിലാക്കാനും, നമ്മുടെ പിണറായി യൂണിറ്റ് നല്ല മികച്ച രീതിയിൽ തന്നെ ഇലക്ട്രിക്കൽ കേബിളുകളാണ് നൽകുന്നത്. അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ചില നിർദ്ദേശങ്ങളുണ്ട്. വലിയ പ്രതിസന്ധി ആ സ്ഥാപനം നേരിടുന്നുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും.